ഹലോ ഗൈസ്, റിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഒരു നാഴിയും കുറച്ചുകൂടെ എടുത്ത്, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ അത് കഴിഞ്ഞിട്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ വെള്ളം കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പം നമുക്കിനി മാവൊക്കെ ഒന്ന് കുഴയ്ക്കാം. മാവ് കുഴയ്ക്കാൻ പോവുകയാണ്. അതിലേക്ക് ശകലം ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ശകലം ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ശർക്കര വെള്ളം ഒഴിച്ച് എല്ലാം വേണ്ടി വരും. എല്ലാം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയും കൂടെ ഇട്ട് കുഴച്ചെടുക്കാം. തേങ്ങയും കൂടെയൊക്കെ ഇടുമ്പോൾ ഇത് നല്ല രുചിയാണ്. പക്ഷെ ഇവിടെ ഏലക്ക ഇടാൻ പറ്റൂല. മക്കൾക്ക് ഏലക്ക ഇഷ്ടമാണ്. ഏലക്ക ഇഷ്ടമല്ല. അങ്ങനെ ഗൈസ്, ഞാൻ ഏലക്ക നോക്കിയപ്പോൾ കിട്ടിയില്ല. എൻ്റെ ഏലക്ക എങ്ങോ മറഞ്ഞ്. പക്ഷെ ഞാൻ വിചാരിച്ച് മക്കളറിയാതെ 2 ഏലക്കയുടെ അരിയെങ്കിലും അതിലോട്ടൊന്ന് ഇടാം. അപ്പം കാണാനില്ല. അപ്പം ഈ മാവ് നന്നായൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം വീട്ടേണ്ടി വന്നില്ല. ശർക്കര വെള്ളത്തിൽ തന്നെയാണ് ഞാൻ കുഴച്ചത്. വേണ്ട, അത് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി വെള്ളം വേണ്ട. ഇതൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ പോകുന്ന കൊഴുക്കട്ട ഇങ്ങനെ ബോൾസുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഇങ്ങനെ പറക്കി വയ്ക്കാം. ചെറിയ ചെറിയ ബോൾസുകളാണ് ഞാൻ ആക്കിയത്. പല ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ആക്കാമല്ലോ. നീളത്തിന് വേണമെങ്കിൽ ആക്കാം. നമ്മൾ ഈ വിരലുകൾ, ചിലർ വിരൽ പിടിച്ച് വയ്ക്കും, വിരൽ പതിച്ച് വയ്ക്കും. ഇപ്പം അങ്ങനെ ചെയ്യണില്ല. വിചാരിച്ച് ഇങ്ങനെ ഒന്ന് ആവിയേറ്റി എടുക്കാം. കൊഴുക്കട്ടതായെല്ലാം ഇഡ്ഡലി തട്ടിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇത് വെന്തതിന് ശേഷം കൊഴുക്കട്ട വെന്ത് അടുപ്പിൽ നിന്ന് ഇറക്കി ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതാണ്ട ഒരു പ്ലേറ്റിലോട്ട് മാറ്റി. നല്ല അടിപൊളി കൊഴുക്കട്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. മധുരം നോക്കട്ടോ. ഭയങ്കര മധുരമില്ല, ആവശ്യത്തിനുള്ള മധുരം, കുറച്ച് തേങ്ങ, ഗോതമ്പും. അപ്പം നമ്മളെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഗൈസ്. ചിലരൊക്കെ ഇതിന് കൊഴുക്കട്ടയെന്ന് പറയും. ഞാൻ പറയണത് കൊഴുക്കട്ട. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ മോളങ്ങനെ ഇങ്ങനെ നടന്ന് വന്നിട്ടുണ്ട്. കോളേജിലൊക്കെ പോയി വെയിലും കൊണ്ട് കറുത്തിരുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ടാറ്റാ.